നാട്ടിക അപകടത്തിൽ പ്രതികൾ റിമാൻഡിൽ. കണ്ണൂർ ആലക്കോട് സ്വദേശി ജോസ്, അലക്സ് എന്നിവരാണ് റിമാൻഡിലായത്. പ്രതികൾ കുറ്റം സമ്മതിച്ചു. മദ്യലഹരിയിൽ മയങ്ങിപ്പോയെന്നാണ് ക്ലീനർ അലക്സിന്റെ മൊഴി. യാത്രക്കിടയിൽ ഡ്രൈവർ ജോസുമായി തുടർച്ചയായി മദ്യപിച്ചെന്നും ഇരുവരും മൊഴി നൽകി. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. രാജു ഗുരുവായൂർ ചേരുന്നുണ്ട്. രാജു, ഇത് സംബന്ധിച്ച് ഏറെ നാടിനെ നടുക്കിയ ദുരന്തമാണ്. ഈ പ്രതികളുടെ കുറ്റസമ്മതം മൊഴി എങ്ങനെയാണ്? സജിത്ത്, കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ 5 പേരാണ് തൽക്ഷണം മരിച്ചത്. ഇതിൽ ഇപ്പോൾ ഡ്രൈവറെയും അതേപോലെ തന്നെ ക്ലീനറെയും വലപ്പാട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിരിക്കുകയാണ്. കണ്ണൂർ ആലങ്കോട് സ്വദേശി 54 വയസ്സുള്ള ജോസ്, ക്ലീനറായ 33 വയസ്സുള്ള അലക്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ മദ്യപിച്ച് ലോറി ഓടിച്ച് അപകടമുണ്ടാക്കി എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് മൊഴിയും. അപകട സമയത്ത് ഡ്രൈവർ ജോസും മദ്യപിച്ചിരുന്നു. ഇയാൾ ലോറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. തുടർന്ന് അലക്സ് മദ്യപിച്ച് വാഹനം ഓടിക്കുകയായിരുന്നു എന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മനഃപൂർവ്വമായ നരഹത്യക്കാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. പാലക്കാട് മീങ്കര സ്വദേശികളായ 11 അംഗ സംഘമാണ് ഇവിടെ കിടന്നുറങ്ങിയിരുന്നത്. അപകടത്തിൽ 50 വയസ്സുള്ള കാളിയപ്പൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാളി എന്ന് വിളിക്കുന്ന രാജേശ്വരി, 4 വയസ്സുള്ളതും 1 വയസ്സുള്ളതുമായ 2 കുട്ടികൾ എന്നിവരാണ് മരണപ്പെട്ടത്. വലപ്പാട്, തൃപ്രയാർ, നാട്ടിക മേഖലകളിൽ ഇവർ ചെറിയ ജോലികൾ ചെയ്താണ് നാടോടി സംഘം ജീവിച്ചു വന്നിരുന്നത് എന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്. അപകടത്തിൽപ്പെട്ട ലോറി മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ ഡ്രൈവറും ക്ലീനറും ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ദേവർധനൻ, ചിത്ര, വിജയ്, ശിവാനി, ജാൻസി എന്നിവരാണ് ഇപ്പോൾ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ചികിത്സയിലുള്ളത്. ഇതിൽ ജാൻസിയുടെ നില അതീവ ഗുരുതരമായിട്ടാണ് ഇപ്പോൾ തുടരുന്നത്. ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. ലോറി ഉടമയ്ക്ക് നോട്ടീസ് നൽകും. ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കുമെന്ന് അധികാരികൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് ആശുപത്രിയിലെത്തി മന്ത്രി MP രാജേഷും കളക്ടറും അന്തിമോപചാരം അർപ്പിക്കുകയുണ്ടായി. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെയും ഇവർ സന്ദർശിച്ചു. സംസ്കാരത്തിന് സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനായുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും ഡ്രൈവറും ക്ലീനറും കുറ്റം സമ്മതിച്ചു. ഇരുവരും റിമാൻഡിലാണ്.